നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാദപ്രതിവാദങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. 1 മണിയോടുകൂടി ആദ്യ വിധി പുറത്തുവരും. ആ വിധിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിരിക്കും. ആദ്യ വിധി അറസ്റ്റ് തടയൽ ഹർജിയിലാണ് ആദ്യ വിധി വരുന്നത്. ആ വിധിയിൽ അറസ്റ്റ് ചെയ്യാം. ആദ്യമേ തന്നെ വാദപ്രതിവാദങ്ങൾക്കിടയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അതിൽ എന്തായിരിക്കും ആ തീരുമാനം എടുക്കുക എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. 1 മണിക്ക് വിധി പുറത്തു വരും. എന്തായാലും പുതിയ എഫ്ഐആറിന്മേലുള്ള നടപടികൾ ആരംഭിച്ചു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം കുറ്റവാളിയാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഹർജിയായിരുന്നു രണ്ടാമത് കൊണ്ടുവന്നത്. അതായത് കഴിഞ്ഞ ദിവസം രാത്രി പോലീസിന് കിട്ടിയ പരാതിയിന്മേലുള്ള എഫ്ഐആർ ആണ് കോടതി സമർപ്പിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട ആരും ഈ മുറിയിൽ ഇരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പുറത്തിറക്കിയതിനു ശേഷം വാതിൽ അടയ്ക്കുകയായിരുന്നു. തുടർന്നാണ് വാദപ്രതിവാദങ്ങൾ നടന്നത്. കഴിഞ്ഞ ദിവസം 1.5 മണിക്കൂർ നീണ്ടു നിന്ന വാദപ്രതിവാദങ്ങൾ ഇന്ന് ഏകദേശം മുക്കാൽ മണിക്കൂർ കൊണ്ടാണ് വാദം പൂർത്തിയായത്. എന്നാലും വിധി ഉടനെ തന്നെ ഉണ്ടാകും. കീഴടങ്ങാൻ രാഹുലിന്റെ നീക്കമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. രാഹുലിനെ അറസ്റ്റ് ചെയ്തു എന്നതിനേക്കാൾ കൂടുതൽ രാഹുൽ കീഴടങ്ങി എന്ന് പറയുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കും. ഈ വിധി വന്നതിന് ശേഷം ഉടൻ തന്നെ രാഹുലിന്റെ കീഴടങ്ങൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്ന നിരവധി ആളുകളുടെ വീഡിയോയും സന്ദേശവും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യ വിധി അറസ്റ്റ് തടയലുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷം മാത്രമായിരിക്കും ജാമ്യാപേക്ഷയിന്മേലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും അന്ത്യവിധി വരിക. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചാലും ഇല്ലെങ്കിലും അറസ്റ്റ് ചെയ്യാമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് പ്രധാനമായി വരുന്നത്. അതായത് ജാമ്യം കിട്ടിയാലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് വ്യക്തമാകുന്നു. പ്രോസിക്യൂട്ടറും ഒരു സ്ത്രീയാണ്. പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ കാര്യങ്ങൾ ഖണ്ഡിക്കുന്ന തരത്തിലാണ് നീങ്ങുന്നത്. വീഡിയോ, അതുപോലെ തന്നെ ചാറ്റുകൾ, ഡിജിറ്റൽ തെളിവുകൾ ഇവയെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും വിധി ഉടൻ തന്നെ വരും. 1 മണിയോടുകൂടി വിധി ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. എന്തായാലും ആ വിധിയിൽ കേരളം അക്ഷമമായി കാത്തിരിക്കുകയാണ്. എന്തായാലും എന്തായിരിക്കും രാഹുലിന്റെ വിധി എന്ന് കണ്ടറിയാം.